വചനം പ്രസംഗം കേട്ടാൽ എന്തുണ്ടാകും? കുത്തുകൊള്ളണം. വചനപ്രസംഗം മോട്ടിവേഷൻ സ്പീക്കിംഗ് അല്ല. ഞാനും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സ്കൂളുകളിലൊക്കെ മോട്ടിവേഷൻ പരീക്ഷയുടെ സമയത്ത് സെക്കുലർ സ്കൂളുകളിൽ ഞാൻ പോകാറുണ്ട്, വിളിച്ചിട്ടുണ്ട് എക്സാം എഴുതുന്ന പിള്ളേർക്കൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ കൊടുക്കാൻ. അപ്പം നമ്മൾ യു ക്യാൻ ഡു, യു വിൽ ഡു, യു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവവചന പ്രസംഗം വെറും മോട്ടിവേഷൻ അല്ല. ദൈവവചനം കേട്ടാൽ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. They were cut to the heart. അവിടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടപ്പോൾ അവരെന്തോ ചെയ്തു? പാസ്റ്ററെ മാറ്റാൻ കമ്മിറ്റി കൂടി ആണോ? അല്ല. അടുത്ത സഭയിൽ പോയി ആണോ? അല്ല. അവർ ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എല്ലാവരും ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഒന്നുകൂടെ പറഞ്ഞേ, മാനസാന്തരപ്പെടണം. കട്ട് ചെയ്തു. They were cut to the heart and they asked, what shall we do? പത്രോസ് പറഞ്ഞു, repent. നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്നെ ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട്? മനുഷ്യരായ മനുഷ്യരെല്ലാം ഇവിടെ പാപത്തിൽ ജനിച്ചവരാണ്. ആദാമിലെല്ലാവരും മരിക്കും, ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. റോമർ 5:12 ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ പാപിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യരായ മനുഷ്യരെല്ലാം പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പം ആരും നീതിമാനില്ല, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ എന്ത് നഷ്ടപ്പെടുത്തി? ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അപ്പം പാപം ചെയ്ത മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. പാപമാണ്, അത് അടിസ്ഥാനപരമായ പ്രശ്നമാണ്. മനുഷ്യൻ ആരാണ്? പാപിയാണ്. ഈ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപത്തിൻ്റെ കർമ്മങ്ങൾക്കും പരിഹാരങ്ങൾക്കും കഴിയാതിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ജഡാവതാരം എടുത്ത് മനുഷ്യനായി 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ച് 3.5 വർഷക്കാലം പരിശുശ്രൂഷയെ ക്രിസ്തുവേശു 33 തിരുവയസ്സിൽ 6 കോടതി വിസ്തരിക്കപ്പെട്ടു. എന്നിട്ട് പിലാത്തോസിൻ്റെ അരമനയിൽ അടിക്കപ്പെട്ടു. എന്തിനാണ് അടിക്കപ്പെട്ടത്? ഒരു തെറ്റും ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി എന്തേറ്റു? ശിക്ഷയേറ്റു. ഈ കർത്താവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്തിനാണ് ശിക്ഷയേറ്റത്? സർച്ചക്രവർത്തിമാരുടെ കാലഘട്ടം. നല്ലൊരു അത് പറയാൻ മനസ്സിലാക്കി തരാൻ അതിൽ പല ഒരു കഥ എൻ്റെ മനസ്സിൽ വരുന്നില്ല. സർച്ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ആ കിരാത ഭരണത്തിനെതിരെ ഉണ്ടായ ഒരു മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു ഗറില്ല യുദ്ധമുറ പോലെ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ദീർഘദിവസങ്ങളുടെ യാത്ര. അവിടെ ലക്ഷ്യം കൊട്ടാരമാണ്, സർക്കാർ കൊട്ടാരം. പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് യാത്ര ചെയ്തപ്പോൾ അവർ കാര്യം തീരുമാനിച്ചു, ഇത്രയും ദിവസത്തെ യാത്ര ഭക്ഷണം ഇടയ്ക്ക് ശേഖരിക്കാൻ ഒക്കില്ല. പക്ഷേ ഇത്രയും യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് പോകാൻ ഒക്കില്ല. അതുകൊണ്ട് ഒരു നേരമേ ഭക്ഷണമേ ഉള്ളൂ, ഇത്ര ലിമിറ്റഡ് ഭക്ഷണമേ ഉള്ളൂ. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അവരെ കെട്ടിയിട്ട് 25 അടി അടിക്കണം. ഏതൊരു സംഘത്തിന് നിയമം വേണം. അങ്ങനെ തീരുമാനിച്ച് ഇവർ പോവുകയാണ്. പക്ഷേ സംഘത്തലവന് മനസ്സിലാക്കുന്നു, ഒരു രാത്രി ആര് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, ആരാണത്? അന്വേഷണം നീണ്ടു. ഒടുവിൽ കണ്ടെത്തി സംഘത്തലവൻ്റെ അമ്മയാണ്. അമ്മ മറ്റാരുമില്ലാത്തതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പിലുണ്ട്. അമ്മയാണ് ഭക്ഷണമൊക്കെ വെച്ചു. ഈ അമ്മ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ നിയമം പറഞ്ഞു പോയില്ലേ, മാറ്റമില്ല. എല്ലാവരും ഓർത്തു, സംഘത്തലവൻ എന്തായിരിക്കും പറയുക? അമ്മയാകുമ്പം മാറ്റം ഉണ്ടാകുമോ? പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിയമത്തിൻ്റെ വഴിക്ക്, അമ്മ വേറെ നിയമം വേറെ, നിയമത്തിൻ്റെ വഴിക്ക് 25 അടി അടിക്കണം, കെട്ടിയിട്ട് അടിക്കണം. വൃദ്ധയായ പാതുവായ അമ്മയെ കൊണ്ടുവന്നു മരത്തിന്മേൽ കെട്ടിയിട്ടു. ദയനീയമായി അമ്മ ഈ മകനെ നോക്കുന്നുണ്ട്, വല്ല കനിവുണ്ടാകുമോ? ക്രൂരമായി മകൻ നിൽക്കുന്നു. അടിക്കാൻ വന്നു. ചാട്ടക്കാരൻ വന്നു. ചാട്ടയെടുത്തുകൊണ്ട് അടിക്കാൻ അയ്യാണ്. ചാട്ടയെടുത്ത് ആഞ്ഞ് അടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ആ കെട്ടിയിരുന്ന അമ്മയുടെ ആ മരത്തിലോട്ട് ചാട്ടക്കാരനും ചാട്ടയടിക്കും ഇടയ്ക്ക് ഈ മകൻ, സംഘത്തലവൻ അടിക്കാൻ കൽപ്പനയിട്ട ഈ മകൻ ഓടി വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ഇന്നു. അടി വീണു. 1, 2, 3, 4, 5, 6, 25 വരെ. ആരാ അടി കൊണ്ടത്? മകനാണ്. അടി കൊള്ളേണ്ടത് ആർക്കാ? അമ്മയ്ക്കാണ്. ഇതുതന്നെയാണ് മാനവകുലമേ, പാപത്തിൻ്റെ ശിക്ഷയേക്കേണ്ട നമ്മുടെ ശിക്ഷ. മനുഷ്യനെ പൊതിഞ്ഞുകൊണ്ട് ഒരാൾ നിന്നു. ആരാ? ജഡാവതാരമെടുത്ത ക്രിസ്തു. അതുകൊണ്ട് റോമർ 8:1 ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല?
ശിക്ഷാവധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം. ജഡത്താലുള്ള ബലഹീന നിമിത്തം എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സ്വരൂപത്തിനും പാപം നിമിത്തവും അയച്ചിട്ട് പാപത്തിനും ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശിക്ഷ ക്രിസ്തുവേറ്റു. എൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. എൻ്റെ ശിക്ഷ അവൻ്റെ മേല. അവൻ എന്നെ പൊതിഞ്ഞുകൊണ്ട് നിന്നു. എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ശിക്ഷയേറ്റത്. പക്ഷേ ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം നിന്നിൽ സംഭവിക്കും. അവൻ നമ്മെ ഇങ്ങനെ പൊതിയും. ഹല്ലേലൂയ. അവനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും. ഇന്ന് രക്ഷ വ്യക്തിപരമാണ്. പഴയ നിയമത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് കുടുംബത്തിൻ്റെ പേരിൽ അനുഗ്രഹമുണ്ട്. എന്നാൽ പുതിയ നിയമ പാക്കേജിൽ രക്ഷ ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവൻ നിന്നിലാകും, നീ അവനിലാകും. ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. കരമടിച്ച് സ്തുതിച്ചേ. എല്ലാവരും കരങ്ങളടിച്ച് സ്തുതിച്ചേ. രക്ഷിക്കപ്പെടുവാൻ നാം എന്ത് ചെയ്യണം? നിങ്ങൾ രക്ഷിക്കപ്പെടണം. എങ്ങനെ? റോമർ 10:9 കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം വാ കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. എന്തിനാണ് വാ കൊണ്ട് ഏറ്റു പറയുന്നത്? അന്ന് റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടം. കൈസരാണ് ചക്രവർത്തി. ആ ചക്രവർത്തി യു ആർ മൈ ലോർഡ് എന്ന് പറഞ്ഞാൽ പൗരത്വം കിട്ടും, അംഗീകാരം കിട്ടും. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ പറയും യേശുവാണ് കർത്താവ്. കിട്ടുന്നത് എന്താണെന്നറിയാമോ? ചർമ്മത്തിൽ പൊതിഞ്ഞ് വെയിലത്ത് കൊണ്ടിടും, സിംഹത്തിൻ്റെ ഗുഹയിൽ എറിഞ്ഞു കളയും, കത്തിച്ച് തീപ്പന്തമായി കത്തിച്ച് വഴിവിളക്കുകളാക്കും. എന്നിട്ട് അവർ പറഞ്ഞു, യേശുവേ അങ്ങാണെൻ്റെ കർത്താവ്, അങ്ങാണെൻ്റെ കർത്താവ്, അങ്ങാണെൻ്റെ കർത്താവ്. രക്ഷിക്കപ്പെട്ടവൻ ചോദിക്കുമ്പോൾ കൈവെക്കാൻ ഇച്ചിരി മടിച്ചു. വീണ്ടും ഉപദേശി ആഞ്ഞോദിച്ചപ്പോൾ ഒന്ന് കൈവക്കി. രക്ഷിക്കപ്പെട്ടവരെ കൈവക്കിയവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അതിൽ പലരും ഇരുന്നു. മുമ്പോട്ട് വരാൻ വന്നപ്പം മാന്യന്മാർ പുറമോട്ട് പോയി. അവരല്ല രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത്. യേശുവാണ് എൻ്റെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് വാ കൊണ്ടത് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം. മക്കളെ, ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം. രക്ഷിക്കപ്പെടണം. ഐ ആം ബോൺ അഗെയിൻ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ ചങ്കൂറ്റം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ MNC കമ്പനി ജോലി ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുമായിട്ടുള്ള സംവാദം എളിയദാസനുമുണ്ട്. സംഭാഷണ മധ്യേ തർക്കമായി. എന്താണ്? മദ്യപാനം തെറ്റോ ശരിയോ എന്നുള്ളതാണ് സംഭാഷണം. അപ്പോൾ ഒരു MNC കമ്പനി ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങളെ ഈ ടൂറിനൊക്കെ പോകുമ്പോൾ അവർ റിസോർട്ടിലൊക്കെ കൊണ്ടുപോയി കമ്പനിയുടെ വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ മദ്യം വിളമ്പും. അപ്പോൾ മദ്യപിച്ചില്ലെങ്കിൽ നമ്മളൊരുമാതിരി ഔട്ട്വേഡോ ഏതോ കാടനോ ആയിപ്പോവും, ഒരു സിവിലൈസ്ഡ് ആകത്തില്ല. അപ്പം ഞാനെന്ത് ചെയ്യും? ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ശകേലം എടുക്കും, എന്നിട്ട് ഒത്തിരി ഐസിടും, എന്നിട്ട് ഇങ്ങനെ പതുക്കെ സിപ്പൊക്കെ ചെയ്ത് അവരുടെ കൂടെ നടക്കും. അങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകും. പക്ഷേ ഞങ്ങളെ മദ്യപാനി എന്ന് വിളിക്കരുത്, പക്ഷേ സോഷ്യൽ ഡ്രിങ്കിങ്ങാ. അപ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ അങ്ങനെ പറയാൻ സാധ്യമല്ല സഹോദര, ഞാൻ ഇന്ന കമ്പനിയിലെ ഇന്ന പോസ്റ്റ് ജോലി ചെയ്യുന്ന ആളാ, അത് ഇവനെക്കാട്ടിലും ഫാർ ബെറ്റർ കമ്പനിയാ. പക്ഷേ അവർ മദ്യപിക്കാൻ വന്ന ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കില്ല, ഐ ആം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഞാൻ മദ്യപിക്കില്ല, എന്നെ നിർബന്ധിക്കില്ല, ഡോണ്ട് ഫോഴ്സ് മീ, ഐ ആം എ ബോൺ അഗെയിൻ. പകരം എന്ത് ചെയ്തു? ഒരു പെപ്സി എടുത്ത് ഇന്ന് മീറ്റിംഗ് കൂടുമ്പോൾ ആദ്യമേ അവർ പറയും, ഡോണ്ട് കമ്പൽ ഹിം, ഹി ഈസ് ബോൺ അഗെയിൻ, ഹി ഈസ് ബോൺ അഗെയിൻ, റിവീൽ യുവർ ഐഡന്റിറ്റി. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പറയാമോ? അതൊരു സാക്ഷ്യമാ. ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിച്ച് വിശ്വാസിയാണെന്ന് പറയണം. എന്താ ലജ്ജ? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അടിയേറ്റത് രഹസ്യത്തിലല്ല, പരസ്യമായി. ഹല്ലേലൂയ. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മാനവകുലത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് ഗബ്ബതാ മുതൽ ഗോഗുൽത്ത വരെ നടന്നും വീണും എഴുന്നേറ്റ് നീന്തിയത് പരസ്യമായ കുരിശും നിജതോളിലെടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച, കുരിശും നിജതോളിലെടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന
മഹിമോന്നതനാം അവനീശ്വരനിൽ ബഹുവന്ദിതനാ അവനീ വിധവേ സമാനമുഴന്നതു കാണീ പാപി നരർക്കായി കുരിശും നിജ തോളിലെടു ഒരു വേർകിരിമേ കയറി പോകും കാഴ്ച കാണി അവനീശസുതൻ മഹിമോന്നതനാം അവനീ ബഹുവന്ദിതനാ അവനീശസുതൻ അവനീശ്വരനിൽ ബഹുവന്ദിതനാ അവനീ പരസ്യമായിട്ട് പിലാത്തോസിന്റെ ഗബദ മുതൽ ഗാഗുൽത്താ വരെ വീണും എഴുന്നേറ്റും കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചു, ഇവനെ യഹൂദന്മാരുടെ രാജാവെന്ന ദശകളിൽ. അവർ അവനെ അടിച്ചു, അവർ അവന്റെ മുഖത്ത് തുപ്പി, അവരവന്റെ പുറത്ത് കുരിശെടുത്ത് വെച്ചു. വീണും എഴുന്നേറ്റും പോയപ്പോൾ പലപ്പോഴും ഭാരമുള്ള കുരിശ് മുതുകത്തിരിക്കുന്നത് കൊണ്ട് വീണപ്പോൾ പുറമോട്ടല്ലായിരിക്കാം, മുമ്പോട്ടായിരിക്കാം. കുരിശുകൾ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഖമടിക്കുന്നതിന്, കൈ കുത്തുന്നതിന് മുമ്പ് മുഖമടിച്ചിട്ടുണ്ട്. വീണും എഴുന്നേറ്റും പോയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കാണാം. മുഖം കണ്ടാൽ ആളറിയാത്തവനെ പോലായി. അവനാരായിരുന്നു? എൻ്റെ പ്രിയൻ, 10,000 സുന്നതൻ, വെണ്മയും ചുമപ്പുള്ളവൻ. ഹല്ലേലൂയ! എൻ്റെ പ്രിയൻ 10,000 സുന്നതൻ, വെണ്മയും ചുമപ്പുള്ളവൻ എന്ന യെശയ്യാവ് പറയുന്നു. അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവൻ വിരൂപനായി. എന്തിനാണ് വൈരൂപ്യപ്പെട്ടെന്ന് അറിയാമോ നാട്ടുകാരെ, പ്രിയമുള്ളവരെ? എന്ത് സുന്ദരനായിരുന്നു ആ കൊച്ചൻ, എന്തൊരു സൗന്ദര്യമായിരുന്നു ആ കൊച്ചന്. എന്നാൽ ഇന്നവനെ കണ്ടാൽ അറിയത്തില്ല, അവന്റെ കണ്ണു കുഴിഞ്ഞു. നിരന്തരമായ കഞ്ചാവ് അവന്റെ കണ്ണ് കുഴിപ്പിച്ചിരിക്കുന്നു, അവന്റെ രൂപം മാറിയിരിക്കുന്നു, അവൻ ക്ഷീണിച്ചു വന്നിരിക്കുന്നു. ഇന്ന് അവന്റെ കണ്ണുകൾക്ക് തിളക്കമില്ല, ഇന്ന് അവന്റെ കണ്ണുകൾ നിരാശപ്പെട്ടിരിക്കുന്നു, കുഴിഞ്ഞിരിക്കുന്നു. നിരന്തരമായ സ്മോക്കിംഗ് അവന്റെ ചിറിയുടെ ആ ചുമപ്പ് കളഞ്ഞ് കറുത്തിരിക്കുന്നു, അവൻ ആകെ വെല്ലിച്ചിരിക്കുന്നു. അവന്റെ രൂപത്തെ തിരികെ കൊണ്ടുവരുവാൻ, പാപം വൈകൃതപ്പെടുത്തിയ മാനവകുലത്തിന്റെ വൈരൂപ്യം മാറ്റാൻ ഒരുവൻ കാൽവരി കുരിശിൽ വിരൂപനായി. എല്ലാവരും കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഈ അങ്ങയാണോ ഞാൻ ഏറ്റുപറയാൻ മടിക്കുന്നത്? ഈ അങ്ങയാണോ ഞാൻ വിശ്വസിക്കാൻ മടിക്കുന്നത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണുകളെല്ലാവരും അടച്ച് അല്പസമയം ധ്യാനിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രൂശിന്മേൽ ഓ ക്രൂശിന്മേൽ ദാരിദാ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഓ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. കരങ്ങളെ ദൈവത്തിലേക്ക് മലർത്തി
ചാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? യേശുവിൻ പൈതലായി ജീവിക്കും ഞാനിനി. യേശുവിൻ പൈതലായി ജീവിക്കും ഞാനിനി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. നമുക്ക് വേണ്ടി അടിയേറ്റ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. പരസ്യമായി പറയണം, ആ കർത്താവിൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ഉടയവനാണ്, ഞാൻ അവൻ്റെ മകനാണ്, അവിടുന്ന് എനിക്ക് പിതാവാണ്. ഹല്ലേലൂയ. ലജ്ജിക്കരുത്, 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 ലജ്ജിക്കരുത്. മക്കളെ ലജ്ജിക്കരുത്. വിശ്വാസിയാണെന്ന് പറയാൻ ചമ്മരുത്, ചമ്മരുത്. പറയണോ, യേശു എൻ്റെ കർത്താവാണ്, ഞാനൊരു വിശ്വാസിയാണ്. എന്താ ലജ്ജ? ലജ്ജിക്കാത്ത സാക്ഷികളായി നിൽക്കണം. രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം അവനെ കാത്തിരിക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും എന്താകും? പ്രത്യക്ഷനാകുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ചേർന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. രക്ഷയുടെ പൂർണ്ണത എത്തുകയാണ്. പിന്നെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം, രക്ഷിക്കപ്പെടണം. 2, എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. 2, സ്നാനം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിലെത്തിയപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പൗലോസ് അവരോട് ചോദിക്കും, നിങ്ങളപ്പോൾ സ്നാനപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യോഹന്നാനാണ് ഞങ്ങളെ എന്ത് ചെയ്ത് സ്നാനപ്പെട്ടത്. യോഹന്നാന്റെ സ്നാനം പാപമോചനത്തിനുള്ള സ്നാനമായിരുന്നു. എന്നാൽ ക്രിസ്തീയ സ്നാനം പാപമോചനത്തിലുള്ള സ്നാനമല്ല. എന്തിനാണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കണം. മത്തായി സുവിശേഷം അന്ത്യകൽപ്പന, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ചെയ്യണം. വിശ്വസിക്കുകയും എന്ത് വിശ്വസിക്കണം? യോഹന്നാൻ 3:16 തൻ്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനാം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് അറിയാമോ? അതിനകത്ത് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ യേശുവുമായിട്ട് ചെന്ന് നിന്നാൽ, ആ കുടുംബത്തിൽ മറ്റാരും ഇല്ലെങ്കിലും ഒറ്റ വ്യക്തി നിന്നാൽ ആ വ്യക്തിയിലൂടെ കുടുംബത്തെ വിടുവിക്കുന്ന ദൈവമുണ്ട്. മദ്യപാനിയായ ഭർത്താവ് ഭാര്യയാൽ വിശുദ്ധീകരിക്കപ്പെടും. എങ്ങനെ? ഭാര്യ യേശുവേന്ന് വിളിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അവരിലേക്ക് ദൈവാനുരൂപി ഇറങ്ങി വരും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത മക്കളുള്ള പേരൻസ് സങ്കടപ്പെടേണ്ട. നിന്റെ മക്കൾ നിന്നാൽ വിശുദ്ധീകരിക്കപ്പെടും. കരമടിച്ച് സ്തുതിച്ചേ റിഖാ നഗാ ധര. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനം. ആർക്കുള്ളതാണ് സ്നാനം? റോമർ 6. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിലെന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ. യേശു മരിച്ചു. യേശു മരിച്ച എന്തിനു വേണ്ടിയാ? പകരം മരിച്ചു. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ. 2 ഇരട്ട സഹോദരന്മാരുണ്ടായിരുന്നു പോലും. കഥയാണെന്ന് പറയുന്നു, നടന്ന സംഭവമാണെന്ന് പറയുന്നു. എങ്കിലും കേട്ടത് കഥ ആണോ നടന്നതാണോ? നടന്നതായിട്ടാണ് പലരും പറയുക. എനിവേ, മൂത്തവൻ വളരെ ശാന്തനായൊരു കുഞ്ഞ്, അതുപോലെ ഇരിക്കുന്ന ഇരട്ട സഹോദരൻ ദുർമാർഗി, വഴക്കാളി, താൻ തോന്നി. കാലങ്ങൾ മുമ്പോട്ട് പോയി. ഇവൻ്റെ വഴക്കാളിത്തരം കൂടി. മൂത്തവൻ നല്ല ശുദ്ധൻ, പരമാർത്ഥി, ദൈവഭക്തൻ. മറ്റവനോ തികഞ്ഞ ദുർമാർഗി, വഴക്കാളിയായിട്ട് വളർന്നു. അവൻ്റെ വഴക്കാളിത്തരങ്ങളിൽ മനം നൊന്ന് അപ്പം മരിച്ചു. അമ്മ മരിക്കാൻ നേരത്ത് ചേട്ടനോട് പറഞ്ഞു, നിന്റെ കൂടപ്പുറപ്പാ, നീ അവനെ കളയരുത്, നീ ഉള്ള അവനെ നോക്കിക്കോണേ. എന്നെ വഴക്കാളിയാണല്ലോ, അവൻ എൻ്റെ വയറ്റിൽ നിന്ന് പോയതാ, നിന്റെ കൂടപ്പുറപ്പാ. അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് ചേട്ടൻ നോക്കിക്കോളാം. അമ്മയും അപ്പനും മരിച്ചവൻ്റെ വഴക്കാളിത്തരങ്ങൾ കൂടി ഒരു സംഘർഷത്തിൽ അവന് അനേകരെ ഉപദ്രവിച്ചു. അനേകർക്ക് മാരകമായ മുറിവേറ്റു. ഒരുവൻ മരിച്ചു. ആൾക്കൂട്ടം ഇവൻ്റെ പിന്നാലെ ഓടുന്നു. ഇവൻ എതുങ്ങനെയൊക്കെ ഓടി, മുറിവേറ്റു, അടി കിട്ടി, ഷട്ട് കീറി, രക്തവലി. പക്ഷേ എങ്ങനെയോ ഓടി 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 വീട്ടിലേക്ക് എത്തുകയാ. അനിയനെ കാണുന്നില്ല, എന്തൊക്കെയോ സംഭവിച്ചെന്ന് കേട്ടു. മുഴങ്കാലുകൾ വിരിക്കപ്പെട്ട കരങ്ങളും ഉയർത്തി ചേട്ടൻ അനിയന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇരട്ടകളി മൂത്ത സഹോദരൻ ഇപ്പോൾ വീടിൻ്റെ പുറത്തൊരു കൊട്ട്. ചെന്ന് നോക്കിയപ്പോൾ അനിയന മൊത്തം ചോരയൊലിപ്പിച്ച് ഷർട്ടും മുണ്ടും എല്ലാം കീറി വന്ന് നിൽക്കുക. എന്താടാ? ചേട്ടൻ പറ്റിപ്പോയി, ഞാൻ അവനെ കൊന്നു, അവരെൻ്റെ പുറകെ ഉണ്ട്. ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, ഷർട്ടും മുണ്ട് ഊര്, നീ പെട്ടെന്ന് പോയി കുളിക്ക്. അവൻ പെട്ടെന്ന് കുളിച്ചു, ഷർട്ടും മുണ്ട് ഊരി വന്നു. ചേട്ടൻ തൻ്റെ ഷർട്ടും മുണ്ടും എടുത്ത് അവന് കൊടുത്തു, അവൻ ഇട്ടു. ഇത് പറയുകയും ജനക്കൂട്ടത്തിൻ്റെ ആരവാരം, കതക് തല്ലി പൊളിക്കുക. അനിയന് ഇടപെടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് ചേട്ടനൊരു കാര്യം ചെയ്തു. ചോര പുരണ്ട ഷർട്ട് മുണ്ട് എടുത്ത് ഇട്ടുകൊണ്ട് ജനക്കൂട്ടം നേരെ ഇറങ്ങിച്ചെന്നു. ജനക്കൂട്ടം ആരെ പിടിച്ചു കെട്ടി? ചേട്ടനെ പിടിച്ചു കെട്ടി ആ ജയിലിലാക്കി തൂക്കുമരത്തിന് വിധിച്ചു. തൂക്കിക്കൊല്ലുന്നതിന് തലേ രാത്രി അനിയൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വയ്യ, ഞാനെല്ലാവരും പറയും ഞാനാ കൊന്നത്. ചേട്ടൻ പറഞ്ഞു, എല്ലാവർക്കും ഇപ്പോൾ ഞാനാണ് കൊന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാൻ നാളെ മരിക്കുകയാണ് തൂക്കുമരത്തിൽ. ആർക്ക് പകരം? അനിയന് പകരം. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം. നീ ഇനി ചേട്ടനായിട്ടാ ജീവിക്കുന്നത്, മരിക്കുന്നത് ചേട്ടനാണെങ്കിലും ലോകം അറിഞ്ഞേക്കുന്ന അനിയനാ. നമ്മൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് മുതൽ നീ ചേട്ടനെ പോലെ ജീവിക്കണം, ചേട്ടന് വേണ്ടി ജീവിക്കണം, ചേട്ടനായിട്ട് ജീവിക്കണം. ക്രിസ്തു ഇതുപോലെ നമുക്ക് പകരം മരിക്കുമ്പോൾ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്, നിനക്ക് പകരം ഞാൻ മരിക്കുമ്പോൾ നീ എന്നെ പോലെ ജീവിക്കണം, എനിക്ക് വേണ്ടി ജീവിക്കണം, എന്നെ പോലെ ജീവിക്കണം. അതായിരിക്കണം ക്രിസ്ത്യാനി, അതായിരിക്കണം നസറാണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. എന്താണ് സ്നാനം? അവൻ്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ. അങ്ങനെ പങ്കുചേർന്ന എന്താ ഗുണമുണ്ട്? അവൻ്റെ പുനരുത്ഥാനത്തിലും പങ്കുചേരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർ ഏറെ കളിയാക്കപ്പെട്ടത് സ്നാനത്തിൻ്റെ പേരിലാണെങ്കിൽ ഇന്നെനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള മിക്ക പള്ളിക്കാരും സ്നാനപ്പെട്ടതാണ്. സ്നാനം ഇന്ന് എത്രയോ പള്ളിക്കാർക്ക്, എത്രയോ മതസ്ഥർക്ക്, എത്രയോ നാനാജാതി തുറകൾപ്പെട്ടവർക്ക് സ്നാനം കൊടുക്കുവാൻ ഈ എളിയവന് ഭാഗ്യം കിട്ടാൻ കാര്യമുണ്ട്. ഒരു സ്നാനം നടക്കുമ്പോൾ അതുവഴി നടന്നു വന്ന എൻ്റെ അമ്മ യാദർച്ഛയായി ഇവിടെ എത്തിയപ്പോൾ സ്ഥാനപ്പെടുത്തുന്ന ആ സ്നാപകൻ വെള്ളത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം ചോദിക്കുമ്പോൾ എട്ടും പൊട്ടും നോക്കാതെ, തെക്കും മുടക്കും നോക്കാതെ, ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിച്ചെന്ന് സ്നാനമേറ്റ എൻ്റെ അമ്മയ്ക്ക് തിരിച്ചു കയറാൻ ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു. ആരോ കൊണ്ടുവന്ന് പിന്നെ തുണി കൊടുത്ത് മാറി കയറിയെങ്കിൽ ഈ എളിയവൻ എത്രയോ ആയിരങ്ങൾക്ക് സ്നാനം കൊടുത്തുവാൻ ഈ കാലങ്ങളിൽ ദൈവം ഇടയാക്കി. എന്താ കാര്യം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വാഹിച്ചു, പാപത്തെയും വാഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ഞാനും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ
ലോകത്തോട് പറയുന്നു, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടാൽ എന്ത് സംഭവിക്കും പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും. എന്നാൽ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കാതെ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമല്ല. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? വിശ്വസിച്ച് അതിനു വേണ്ടി കാത്തിരിക്കണം. യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് യെരൂശലേം വിട്ടു പോകാതെ എന്ത് ചെയ്യണം? കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പെന്തക്കോസ്ത് ഉപദേശി എന്ന നിലയിൽ ഞാനൊരു പെന്തക്കോസ്ത്, അതെൻ്റെ ഐഡന്റിറ്റിയാണ്. അപ്പോൾ തന്നെ ഞാൻ ഒരു ക്രൈസ്തവനാണ്, ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്. എന്നാലും പെന്തക്കോസ്തുകാരൻ എന്ന് പറയുന്നതിൽ ഒരഭിമാനം പറയട്ടെ. പെന്തക്കോസ്തുകാരായ ഞങ്ങൾ ഏറെ അപമാനിക്കപ്പെട്ടത് ഒറ്റ കാര്യത്തിലാണ്. എന്തിൻ്റെ പേരിലായിരുന്നു? അന്യഭാഷയുടെ പേരിലായിരുന്നു. എല്ലാവരും ഞങ്ങളെ കൊട്ടിയതെല്ലാം അന്യഭാഷ പറഞ്ഞ. പക്ഷേ ഇന്ന് ഞാൻ പറയും, അങ്ങനെ കളിയാക്കാൻ ഒക്കില്ല. കാരണം കത്തോലിക്കരായ ഒത്തിരി പേര് കരിസ്മാറ്റിക് ദാനങ്ങൾ കൂടി എന്താ പറയുന്നുണ്ട്? അന്യഭാഷ പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? കരിസ്മാറ്റിക് അച്ഛന്മാരൊക്കെ അന്യഭാഷ പറയുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മർത്തോമക്കാരായ സഹോദരങ്ങളുടെയൊക്കെ കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മയിലെല്ലാം അവരെന്ത് പറയും? അന്യഭാഷയും ശുശ്രൂഷകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സമൂഹത്തെ നോക്കി, കുഴപ്പമില്ല, അവർക്കും ഉണ്ട്. ആ സമൂഹം എന്ത് ചെയ്യും? അവർ തിങ്കൾ മുതൽ ശനി വരെ അന്യഭാഷ പറയും. ഞായറാഴ്ച അവർ പോയിട്ട് പള്ളിയിൽ പോയി കൗമ ചൊല്ലും, പാരമ്പര്യ പ്രാർത്ഥനകളെല്ലാം ചൊല്ലും. എന്നാലും തിങ്കൾ മുതൽ ശനി വരെ പറയും. എൻ്റെ സമൂഹത്തെ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു, തിങ്കൾ മുതൽ ശനി വരെ മിണ്ടത്തില്ല എന്ന് മാത്രം പറയും. ഞായറാഴ്ച മാത്രം പറയാനുള്ളതാണോ ഇത്? അല്ല. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കും. അതാരും തിരിച്ചറിയുന്നില്ലെങ്കിലും ലോകമെമ്പാടും വിവിധ തുറകളിൽപ്പെട്ടവർ, സയൻറ്റിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന. പ്രശസ്തരായ ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന. എന്തിനേറെ പ്രശസ്ത രാഷ്ട്രീയ നേതാക്കന്മാർ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് ഈ എളിയദാസൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കുന്നത് ഒരപമാനമല്ല, ഒരഭിമാനമാണ്. ആരോട് സംസാരിക്കാൻ? യേശുക്രിസ്തുവിനോട് കരമടിച്ച് സ്തുതിച്ച് യേശുക്രിസ്തുവിനോട് പറയാം. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, അതാരും എന്ത് ചെയ്യുന്നില്ല. എൻ്റെ ഒരു സംശയമായിരുന്നു. ചെറുപ്പത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു അന്യഭാഷ അടയാളത്തോടെ. എന്നാലും വർഷങ്ങൾ നീണ്ടിരുന്നൊരു സംശയം, എന്തപ്പാ ഇതെന്തവാ ഈ പറയുന്നു? സംശയം മാറ്റാനൊരു കാരണമുണ്ടായി. തിരുവനന്തപുരത്ത് ഒന്ന് ഞാനൊരിക്കൽ വരികയാണ്. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട്. അവനെ അങ്ങ് ബഹളം തുടങ്ങി. 2-3 വയസ്സേ ഉള്ളൂ. വണ്ടിക്കകത്ത് കിടന്നു. അവൻ തകർത്ത് വാരുകയാണ്. അവൻ ഏതാണ്ട് വേണം. എന്ത് വേടാ മോനെ? എനിക്ക് 2-3 വേണം, 2-3 വേണം, 2-3 വേണം, 2-3. തിരുവനന്തപുരം മുതൽ ഇങ്ങ് കൊട്ടാരക്കര വരെ കരഞ്ഞു ബഹളം. നമുക്ക് ചില സമയത്ത് തോന്നത്തില്ലേ, ഈ പിള്ളേരെ അങ്ങ് കൊങ്ങാക്കി പിടിച്ച് അങ്ങ് ഇറക്കി വിടാൻ തോന്നത്തില്ലേ വണ്ടിയെന്ന്? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു പെങ്ങളുടെ മോളുമായിട്ട് കൊച്ചിയിൽ ഞാൻ സ്കൂട്ടറിൽ പോകും. അവളെ ഫ്രണ്ട് എനിക്ക് പോകണം, എനിക്ക് ഇറങ്ങണം, എനിക്ക് നിൽക്കാനൊക്കത്തിനും അങ്ങ് വഴക്കുണ്ടാക്കും. അവസാനം ഞാൻ സാഖി കേട്ട് ഇവളെ ഇറക്കി വിട്ടു സ്കൂട്ടറിൽ നിന്ന്. നീ അങ്ങ് മാറി, ഞാൻ പോവാ, ഇവളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും, നീ പോ. പിള്ളേരെ നമ്മളങ്ങ് സഹിക്കത്തില്ലേ? അതുപോലെ ഇവൻ കേട്ടെന്നങ്ങ് വഴക്കുണ്ടാക്കുക. എന്നെന്നറിയാം, അവന് 2-3 വേണം. കൊട്ടാരക്കര ഒരു കടയിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ആ കടയുടെ മുമ്പിൽ ഒരു പന്ത് ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്, ഫുട്ബോള്. ഇവനവത്തെ നോക്കിയിട്ട് പറഞ്ഞു, താണ്ട് 2-3. ഞാൻ ഈ പന്ത് മേടിച്ച് കൊടുത്തു. അവൻ്റെ പ്രശ്നം തീർന്നു. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പയോട് പറഞ്ഞു, തിരുവനന്തപുരം മുതൽ കരച്ചില്ല, 2-3. റാന്നി വന്നപ്പോഴാണ്, ഈ കൊട്ടാരക്കര വന്നപ്പോഴാണ് തീർന്നേ. പന്ത് മേടിച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ അപ്പ ചോദിച്ചു, പൊട്ട നിനക്കറിയത്തില്ല? ഇല്ല. അപ്പച്ചന് പിള്ളേരെ വലിയ കാര്യമല്ലേ, കൊച്ചുമക്കളെ പന്ത് കൊണ്ട് വെച്ചിട്ട് പിള്ളേരെ വിളിക്കും, വാടാ മക്കളെ, റെഡി, 1 2 3 അടി. ഒറ്റ അടിയാണ്. ആ പിള്ളേർക്ക് പന്തറിയത്തില്ല, എന്തോ അറിയാം, 2-3 അറിയാം. 2-3 എനിക്ക് മനസ്സിലായില്ല, അപ്പച്ചനറിയാം. അപ്പം എന്നോട് കർത്താവ് പറഞ്ഞേടാ, ഇതുപോലെ അന്യഭാഷ ഇവിടുത്തുകാർക്ക് അറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പനോട് സംസാരിക്കാൻ തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു ഭാഷ അന്യഭാഷ സംസാരിക്കുന്നത് അപമാനമല്ല, അഭിമാനമാണ്. ലോകത്തെന്തുകൂടി മനുഷ്യനുണ്ടെന്നറിയാമോ? അന്യഭാഷ കരമടിച്ചൊന്ന് സ്തുതിച്ച് ആത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ. അത് സഭയുടെ കുത്തകയല്ല, പെന്തക്കോസ്തുകാരുടെ കുത്തകയല്ല. പെന്തക്കോസ്ത് ഇതര സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആളുകളെ എനിക്കറിയാം പരിശുദ്ധാത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ചവർ. ഇന്ന് രാത്രി പറയട്ടെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ത് ചെയ്യണം? വക്രതയും കോട്ടമുള്ള തലമുറയിൽ എന്ത് ചെയ്യണം? വേർപെടണം. പറഞ്ഞ് എന്ത് ചെയ്യണം?
വേർപെടാൻ ഒരു ശക്തിയുണ്ട് കേട്ടോ. വേർപാട് പാലിക്കണം. പെന്തക്കോസ്ത് വിശ്വാസിക്ക് എന്തും ചെയ്യാനൊക്കുമോ? ഇല്ല. വേർപെട്ടവരാണ് പെന്തക്കോസ്ത് വിശ്വാസി. ഒരു ക്രൈസ്തവൻ, ഞാൻ പെന്തക്കോസ്ത് എന്നുള്ള ആശയത്തിൽ മാത്രമല്ല, ക്രൈസ്തവൻ വേർപെട്ടവനാണ്. ഇന്ന് പക്ഷേ ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിൽ വരുന്നത് കുടിയും കപ്പയും കള്ളുവാ. അതാണോ ക്രൈസ്തവൻ? അല്ല. ഞാൻ റാന്നിക്കാരൻ നല്ലവരാ, നല്ല മനുഷ്യരാണ് റാന്നിക്കാരൻ. റാന്നിയിലെ പലരും ഇച്ചിരി അടിക്കും. ഞങ്ങളുടെ നാട്ടിലൊരു ഗുണമുണ്ട്, അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സോഷ്യലിസ്റ്റാ. മുതലാളിയും തൊഴിലാളിയും പരസ്പരം വിളിക്കും, അളിയാന്ന് വിളിക്കും. കൊല്ലത്തെക്കാരെ എനിക്കറിയില്ല, സോഷ്യലിസമാണ് അവിടെ. എല്ലാവരും ഒന്നിച്ചടിക്കും, അടിച്ചാൽ പിന്നെ അളിയനാ. അങ്ങനെ സ്നേഹമുള്ളൊരു അളിയനെ ഒരിക്കൽ എന്നെ വിളിച്ചു, അളിയാ എന്താണ്, അത്യാവശ്യം നമ്മുടെ ടൗണിൽ വരെ വരണം. ഞാൻ ചെതൻ്റാണ്, എനിക്ക് പൊക്കില്ല, വന്നേ ഒക്കുള്ളൂ, അത്യാവശ്യമായിട്ട് അളിയൻ വരണം. എന്താ കാര്യം പറഞ്ഞു. അളിയാ ഒരു വലിയ പ്രശ്നം. എന്താ നിങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാരില്ലേ, ഇന്നാരെ ആ പുള്ളി ഇവിടെ ഒരു ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ കള്ള് മേടിക്കാൻ ക്യൂ നിൽപ്പുണ്ട്. ആണോ? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം വരാം. ചുമ്മാ അതുവഴി നടന്ന് അവനെ കാണട്ടെ, പിന്നെ വരത്തില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഞാൻ എന്നാൽ ഇപ്പം വരാം. അളിയൻ എവിടാ നിൽക്കുന്നത്? ആ ക്യൂവിൽ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അളിയൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിവിടെ നിൽക്കാം, പക്ഷെ നീ എന്ത് ചെയ്തവനാ? നീ വേർപെട്ടവനാടാ, നീ ഇവിടെ നിൽക്കരുതെന്ന് കുടിയനറിയാം. മനസ്സിലാകുന്നുണ്ടോ? അതായിരിക്കണം ക്രിസ്ത്യാനി, അതായിരിക്കണം നസ്രാണി. എന്ത് ചെയ്തവനാ? വേർപെട്ടവനാ. ഇടുക്കി ഭദ്രാസനത്തിലെ ആണെന്ന് തോന്നുന്നു, ആണിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിഷപ്പിൻ്റെ ഒരു പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ കേട്ടു. ഞാനത് പൗരോഷിനെ പ്രസംഗിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിരുമേനി യൂട്യൂബിൽ കിടപ്പുണ്ട്, ഇടുക്കി ഭദ്രാസനത്തിൻ്റെ തിരുമേനിയാണ്. തിരുമേനി പ്രസംഗിക്കപ്പോൾ പറഞ്ഞൊരു സംഭവം, ഒരു പെൺകുട്ടി കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കുട്ടി ഭയങ്കര മിടുക്കിയാണ്, നല്ലപോലെ പാടും, ഭയങ്കര മിടുക്കി. ആ സ്കൂളിൽ അവളെ വിളിച്ചിട്ട് പ്രധാനപ്പെട്ട അധ്യാപകൻ പറഞ്ഞു, ഈ വരുന്ന സ്കൂൾ പ്രോഗ്രാമിന് നീ വേണം പാടാൻ, പക്ഷെ നീ പാടേണ്ടത് ഒരു പ്രത്യേക കീർത്തനമാണ്, ആ കീർത്തനം പാടണം. അവൾ ആ കീർത്തനം പാടാൻ പഠിച്ചപ്പോൾ അത് അന്യദൈവ ആരാധനകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കീർത്തനമാണ്. സത്യവിശ്വാസിക്കൊരു പ്രശ്നമുണ്ട്, എന്താണ്? ഞാനല്ലാതെ അന്യദൈവത്തെ നീ എന്ത് ചെയ്യരുത്, ഉദ്ധരിക്കരുത്, പറയരുത്. അവൾ പറഞ്ഞു, സാർ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, എനിക്ക് പാടാൻ ഇഷ്ടമാണ്, പക്ഷേ ഈ കീർത്തനം ഞാൻ പാടില്ല. അതെന്താ? എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. പ്രധാന അധ്യാപകൻ ദേഷ്യപ്പെട്ടു, അവരുടെ പേരൻസിനെ വിളിച്ചു വരുത്തി. പേരൻസ് പറഞ്ഞു, അത് അവിടെ തീരുമാനമല്ലേ സാർ, ഞങ്ങൾക്ക് മറിച്ചൊരു തീരുമാനമില്ല. അധ്യാപകൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. പക്ഷേ അധ്യാപകൻ പിന്നെ അവരോട് സോറി പറഞ്ഞു. ഈ കുട്ടി പഠിച്ചു, നല്ല മാർക്കോടെ പാസ്സായി, ബാംഗ്ലൂരിൽ പോയി അവിടെ ഉപരിപഠനം നടത്തുകയാണ്. അവിടെ കൂട്ടുകാരി പലരും മദ്യപിക്കും, പെൺപിള്ളേരാണേലും ആൺപിള്ളേരാണേലും ഒരുമിച്ച് പബ്ബിപ്പോവും, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിനിടയിൽ ഈ കുട്ടിയെ അവിടുത്തെ കത്തോലിക്ക കന്യാസ്ത്രീകളെ തിരുമേനി പറഞ്ഞതാണ്, ചാപ്പലിലെ ഇൻചാർജാക്കി ആരാധനയൊക്കെ നയിക്കാനൊരു ലീഡറാക്കി. പെൺകുട്ടി രാവിലെ ആൾക്കാരെ എല്ലാം കൂട്ടണം, പാട്ട് പാടണം, അതൊക്കെ അവിടെ ജോലിയാണ്. ഒരു ദിവസം രാവിലത്തെ ചാപ്പലിൽ എല്ലാവരും ആരാധനടക്കുമ്പോൾ അവൾ മുഴങ്കാലിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു. തിരുമേനിയുടെ പ്രസംഗം അതുപോലെ ഞാൻ പറയുക. അവിടെ ഇരുന്ന പിള്ളേർ ഉരുണ്ട് താഴെ വീഴാൻ തുടങ്ങി, ചിലർ ഉരുളാൻ തുടങ്ങി, ചിലരുടെ ഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി, അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. കന്യാസ്ത്രീകളായ അമ്മമാർ വന്ന് ചോദിച്ചു, നീ എന്താ ചെയ്ത? ഇവരെ തൊട്ടോ? ഇല്ല. പിന്നെ ഞാനെന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല സിസ്റ്ററെ, ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാ. തിരുമേനി പറയുന്നു, അവർക്കിത് പക്ഷേ ഇത് സംഭവിച്ചില്ല. പക്ഷേ ഈ പെൺകുട്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഉരുണ്ടു വീഴുന്നു, കരയുന്നു, പാപങ്ങൾ വിട്ടുപോകുന്നു, ഭൂതങ്ങൾ ശക്തികൾ മാറിപ്പോകുന്നു. എന്താ കാര്യം എന്നറിയാമോ? അന്യദൈവ ആരാധന എൻ്റെ നാവിൽ കൂടെ പാടത്തില്ലെന്ന് തീരുമാനിച്ചൊരു പെൺകുട്ടി പിതാവെ എന്ന് വിളിച്ചപ്പോൾ തിരുമേനി പറയുന്നു, പിതാവിന് അവിടെ ഇരിക്കാൻ ഒത്തില്ല, പിതാവ് ഇങ്ങനെ ഇറങ്ങി വന്നെന്ന്. അങ്ങനെയെങ്കിൽ വേർപാടിനൊരു ശക്തിയുണ്ട്. നാം രക്ഷിക്കപ്പെട്ടവരാ. ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും എവിടെ പോയാലും ഓർത്തോണം, ക്രിസ്ത്യാനിയാ കേട്ടോ, ക്രിസ്ത്യാനിയാ. ഞാൻ പെന്തക്കോസ്തുകാരൻ്റെ ഒരു വ്യക്തമായി പറയുകയല്ല, ക്രിസ്ത്യാനിയാ. പത്രങ്ങളിലൊക്കെ കഞ്ചാവ് പിടിച്ചു, MDMA പിടിച്ചു, കഞ്ചാവുമായിട്ട് പ്രതി പിടിയിൽ എന്ന് പറയുമ്പോൾ ഉള്ളുകൊണ്ട് ഞാനൊരു ഉപദേശിയായതുകൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവെ പേര് ക്രിസ്ത്യാനിയുടേതാകരുത്. എന്താ കാര്യം? എൻ്റെ ദൈവമേ, ക്രിസ്ത്യാനി പിള്ളേരെ കഞ്ചാവുമായിട്ട് പിടിക്കരുത്. ക്രിസ്ത്യാനി പിള്ളേർ അവർ നസ്രയൻ്റെ അനുയായികളാ. അവർ പറയുന്ന കാര്യം എന്താ? ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് അതിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ പാടില്ല. എന്താ കാര്യം? നാം വേർപെട്ടവരാണ്. വേർപാടിനൊരു ശക്തിയുണ്ട്. വേർപെട്ടവനുണ്ടല്ലോ, വേർപാടിനൊരു വില കൊടുക്കേണ്ടി വരും. വേർപാടിന് വില കൊടുത്തവനൊരു ഗുണമുണ്ട്.
വേർപാടിന് വില കൊടുത്തവൻ പിതാവേ എന്ന് വിളിച്ചാവുണ്ടല്ലോ, നിന്റെ നിർണായക സാഹചര്യങ്ങളിൽ പിതാവ് അവിടെ ഇരിക്കില്ല, സ്വർഗം ഇറങ്ങി വരും, അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രി എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് സമയത്തിൻ്റെ പരിമിതി ഞാനും നിർത്തിയണ്ടേ. കാരണം യോഗം തുടങ്ങാനൊക്കെ അല്പം താമസിച്ചെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, അധികം വൈകുന്നത് ശരിയല്ലെന്നുള്ള ബോധ്യത്തിൽ നിർത്തുമ്പോൾ വേർപാടിനൊരു ശക്തിയുണ്ട് കേട്ടോ. വേർപെട്ടവൻ യേശുവെ എന്ന് വിളിച്ചാൽ ഇന്നും തമ്പുരാൻ അവിടെ ഇരിക്കത്തില്ല. തമ്പുരാൻ ഇറങ്ങി വരും, ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അത് വിശ്വസിച്ചിട്ടുള്ളവർ, കണ്ടിട്ടുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് അതിൻ്റെ പേരിൽ വില കൊടുക്കേണ്ടി വരും, അതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെടേണ്ടി വരും, അതിൻ്റെ പേരിൽ കളിയാക്കപ്പെടേണ്ടി വരും, അതിൻ്റെ പേരിൽ അന്യഭാഷ പറഞ്ഞ് കളിയാക്കിയെന്ന് വരും, ഉപദേശി പോന്നെന്ന് പറഞ്ഞെന്ന് വരും. പക്ഷേ ഹല്ലേലൂയ, പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ പ്രീതിയായ എഴുന്നേറ്റ് നിന്ന് പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി ഭീതിയായവൻ. ഓ മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിട മഹിമയിൽ ആവിയാലെ പാടും ഞാൻ വരവേ. കരങ്ങളടിച്ചു പാടിക്കേ. എന്റെ പാപമെല്ലാം പോക്കിയത പാടും ഞാൻ പരമേശ്വരു സദതം. ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാവ പാർത്ഥിവൻ മുൻപാർത്തിയോട് കാത്തിരുന്നു ഞാൻ. ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാവ പാർത്ഥിവൻ മുൻപാർത്തിയോട് കാത്തിരുന്നു ഞാൻ. ആർത്തിയെ തീർത്താവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തിയെ തീർത്താവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ. ആർത്തി അറിഞ്ഞവൻ തന്റെ വാർത്ത എനിക്ക് പാടും ഞാൻ പരമേശ്വരു സദതം. എന്റെ പാപമെല്ലാം പോക്കിയതൽ പാടും ഞാൻ പരമേശ്വരു സദതം. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽക്കാൻ കൃപ നൽകി പ്രീതിയായ. ഓ പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽക്കാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാം മഹിമയിൽ ആവിയാലെ പാടും ഞാൻ പരമേശ്വരു സദതം. എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരു സദതം. ഓ ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നാനുദീനമേനിക്കാവോ, ദൂതഗണം കാവലായി തന്നാനുദീനമേനിക്കാവോ. ദൂതരാമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു പാടും ഞാൻ പരമേശ്വരു സദതം. എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരു സദതം. ഓ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെപ്പോ ആക്കിടുന്നെന്നെ. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെപ്പോ ആക്കിടുന്നെന്നെ. ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി, ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി. ചാർത്തിടുവാൻ അവൻ എന്നെ യോഗ്യനാക്കി തീർത്തതൊത്തു പാടും ഞാൻ പരമേശ്വരു സദതം. എന്റെ പാപമെല്ലാം പോകിയത് പാടും പരമേശ്വരു സദതം. ഓ ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാവാൻ ആർത്തിവൻ മുൻപാർത്തിയോട് കാത്തിരുന്നു ഞാൻ. ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുൻപാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർത്തവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ
ഞങ്ങൾ വാഗ്ദത്തത്തിൽ ആവിയാലെ പാടും ഞാൻ പരമേശ്വരു സതതം എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരു സതതം എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരു സതതം അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് ദൂതഗണം കാവലായി തന്നാനുദീനമേനിക്കാവൻ ദൂതഗണം കാവലായി തന്നാനുദീനമേനിക്കാവൻ ദൂതനാമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു പാടും ഞാൻ പരമേശ്വരു സതതം എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരു സതതം എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരു സതതം എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരു സതതം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടണം. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിക്കണം. അവരെ ചേർക്കാൻ യേശു വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനങ്ങളോടെ നമുക്ക് ദൈവസന്നിധിയിൽ മടങ്ങണം. ഒരു നിമിഷം ദാസന് ഒരു യോഗത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു കാര്യം പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് എങ്കിലും കേരളത്തെ യുവജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നാളെ 2000-ലധികം യുവതി യുവാക്കൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു മഹാസംഗമം റാന്നി നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഒറ്റ ലക്ഷ്യമുള്ള കുഞ്ഞുങ്ങളെ യേശുവിനെ അറിയണം. ഈ തലമുറയുള്ള വക്രതയുള്ള തലമുറയിൽ മക്കളെ കർത്താവ് നേരോടെ നിലനിർത്തണം. വിശ്വാസത്തെ സാക്ഷ്യമുള്ളവരായി ധൈര്യത്തോടെ നിൽക്കാനുള്ള കൃപ കൊടുക്കണം. അതിനുവേണ്ടിയുള്ള വലിയൊരു ക്രമീകരണം നാളെ ജൂലൈ 16 നാളെ ചൊവ്വാഴ്ച റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പല മാധ്യമങ്ങളിലൊക്കെ ഇത് അറിഞ്ഞു കാണാം. പ്രത്യേകമായിട്ട് ആ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഏവരുടെയും പ്രാർത്ഥന എളിയദാസന് അതിനുവേണ്ടി ഇന്ന് രാത്രിയിലും നാളെ രാവിലെയും ഈ ക്യാമ്പിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വിനയത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ തന്നെ എന്നെ ക്ഷണിച്ചവരുടെ നന്ദി. ജോൺസനും ടീമും എല്ലാം അവർ നമ്മുടെ ചങ്ക് പിള്ളേരാണ്, ഞങ്ങളുടെ ചങ്ക് സഹോദരന്മാരാണ്. അവർ നമ്മൾ ഹൃദയത്തെ സൂക്ഷിക്കുന്നവരാണ്. അവരുടെ പ്രവർത്തനങ്ങൾ എന്നും സന്തോഷത്തോടെ കാണുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾക്കൊക്കെ നിൽക്കുമ്പോൾ ഒറ്റ കൃപ കൊണ്ടാണ്, അനേകയുടെ പ്രാർത്ഥന കൊണ്ടാണ് എളിവനെ നിൽക്കുക. ഞാൻ വലിയ കാര്യമൊന്നും ആവശ്യപ്പെടുന്നില്ല. പല്ല് തേക്കുന്നവരൊന്ന് കൈവക്കാവും. പല്ല് തേക്കുമ്പോൾ ഈ മുണ്ട് ഉടുത്ത ഉപദേശി ഒന്ന് ഓർത്തോണേ പ്രിൻസിപ്പാൾ. കർത്താവ് ഒരു ഉപസിക്കൊന്നും വേണ്ട, അതൊന്നും നടക്കത്തില്ല. പല്ല് തേക്കുമ്പോഴെങ്കിലും ആ പ്രിൻസിപ്പാൾ ഒന്ന് ഓർത്തോണേ. 4 പിള്ളേർ, സഭ, പവർ വിഷൻ സെൻറ്റർ, ഇങ്ങനെ കുറേ ഉത്തരവാദിത്വം. അപ്പോൾ അതിനിടയ്ക്കുള്ള ഓട്ടങ്ങൾ എളിവനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. രക്ഷിക്കപ്പെടണം, ശാലപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വക്രതയുള്ള തലമുറന്ന് വേർപെട്ട് അവരെ ചേർക്കാൻ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് വരാറായി. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. തന്നിൽ വിശ്വസിക്കുന്നതിനെ ചേർക്കാൻ യേശു ക്രിസ്തു വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പാപികളെ കർത്താവായ യേശു ക്രിസ്തു രോഗികളെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി അവനെ എതിരേൽപ്പാൻ അവിടുത്തെ എതിരേൽപ്പാൻ മാറാനാഥ നമ്മുടെ കർത്താവ് വരാറായി. അപ്രത്യാശയുള്ളവർ ഇരുകരങ്ങളും ശിരസിന്റെ മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് നമ്മുടെ കർത്താവ് മാറാനാഥ.